പറഞ്ഞ ഒരു 50-100 പേര് താഴെയുള്ള ഒരു ഗോളാണ്. ഇപ്പോഴും ഇത് പകുതി എന്ന് അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് അറിയാനുണ്ട്. ഈ നാപ്പോളിയിലുള്ള സുഹൃത്തുക്കളാണ് പരമാവധി. അകലങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കൾ ബോംബെയിൽ നിന്നോ നൊച്ചയിൽ നിന്നുള്ള ഒക്കെ ആൾക്കാർ നേരത്തെ വന്നു. നമ്മുടെ ഉള്ള സുഹൃത്തുക്കൾ വന്നിട്ടില്ല, ഇനി വരാനുണ്ട്. അവരെയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും കൂടി ഇനിയും നമ്മുടെ ആളുകളുടെ സഹകരണമാണ് നമുക്ക് വേണ്ടത്. ഒരു നിറഞ്ഞ വേദി നമുക്ക് കാണുമ്പോൾ തന്നെ പ്രവർത്തിക്കുവാനും ആ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്കും ഒരു സന്തോഷമുണ്ട്. മുന്നോട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ നമുക്ക് നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ മലയാളികൾക്ക് എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് തോന്നും. എന്തായാലും നമ്മുടെ തന്നെ കൂട്ടായ്മയായിരിക്കണം. നമ്മുടെ ഈ അസോസിയേഷൻ വഴിയായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അറിയാം, നമ്മളൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ജോലി ചെയ്യുന്ന ഓരോ ജോലിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മുടെ ഈ ഓരോരോ കൊച്ചു കാര്യങ്ങൾ പോലും നമ്മുടെ ഓരോരോ സുഹൃത്തുക്കളായിരിക്കും. നമുക്ക് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നതും നമ്മൾ ഓരോരുത്തരും ജോലി ചെയ്യുന്നതും ഒക്കെ നമ്മുടെ വേറൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മുടെ വേറൊരു കൂട്ടുകാരൻ നമുക്ക് തന്ന ജോലിയോ നമ്മുടെ സഹായങ്ങളോ ഒക്കെ കൊണ്ടാണ് നമ്മൾ ഇന്നും നിലനിന്ന് പോകുന്നത്. ആദ്യമായിട്ട് നാപ്പോളി വരുമ്പോൾ കിടക്കാനുള്ള സ്ഥലമോ വാടകയ്ക്ക് തന്നെ, എന്നാലും നമ്മളെ അറിയാവുന്ന കുറച്ച് പേരൊക്കെ കൂടി തന്നെയാണ് നമുക്ക് എപ്പോഴും നമ്മളെ കൂട്ടി നിർത്തുക. മലയാളി നമ്മുടെ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു അസോസിയേഷനായിട്ട് രൂപപ്പെടുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും പല ഭാഗങ്ങളിൽ നിന്നുള്ള, നാപ്പോളി തന്നെയല്ല, ബോംബെയോ നൊച്ചേരയോ അങ്ങനെയല്ല, നാപ്പോളി കമ്പാനി ഏരിയ ഫുള്ള് നമുക്ക് അത് ഏകോപിപ്പിക്കുവാനും നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തനങ്ങൾ നടത്തുവാനും ജോലി ഇല്ലായ്മയിൽ നിന്നും നമുക്ക് ഒരു അസോസിയേഷന്റെ പുറകേയിൽ നിന്നുകൊണ്ട് നമുക്കതിനെ വളരെ നല്ല രീതിയിൽ ജോലി മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അത് കിട്ടുക വഴിയാണ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് മനസ്സിലാവും എല്ലാവർക്കും കിട്ടുവാനൊക്കെ സാധിക്കും. അന്നേരം ഒരു അസോസിയേഷന്റെ ആവശ്യകത നമുക്കുണ്ട്. അത് തന്നെയല്ല നമുക്ക് ജോലി ചെയ്യുന്നത് ഒരിക്കലും ഇറ്റലിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയൊക്കെ ജോലി ഒരു വീട്ടു ജോലിയോ ഒരു റെസ്റ്റോറന്റോ ഒക്കെയാണ്. പലപ്പോഴും നമുക്ക് ഒരു ആനുകൂല്യങ്ങളും അവർ തരാവുന്ന ഒരു ആനുകൂല്യങ്ങളും നമുക്ക് തരുന്നില്ല. വെറുതെ നമ്മളെ വന്ന് ഒരു ദിവസം രാവിലെ ഇന്നുകൊണ്ട് ജോലിയില്ല, വെറുതെ കൈ വീശി ഇറങ്ങി പോരുന്ന ചെയ്ത ജോലിക്ക് കാശ് പോലും തരാതെ വരുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ചോദിക്കാൻ മേലാതെ നമ്മൾ നിസ്സഹായരായിട്ട് നിന്നിട്ടുണ്ട്. എനിക്ക് ചോദിക്കാൻ ആളില്ല, എന്റെ കൂടെ നിൽക്കാൻ ആളില്ല എന്നുള്ളൊരു പേടി. പക്ഷെ ഇന്നു മുതൽ നമുക്ക് പ്രതീക്ഷിക്കാം നമ്മുടെ ഈ അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഓരോരുത്തരോടും കൂടി ഉണ്ടായിരിക്കും. ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രവർത്തിക്കാനൊരു മനസ്സും സാന്നിധ്യവും ഞങ്ങൾ ഉണ്ടായിരിക്കും. നിങ്ങളുടെ എവിടെയും സഹകരണങ്ങളാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക. മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളുടെ സഹകരണങ്ങളും അകമഴിഞ്ഞ സഹായങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക്സ് മിസ്റ്റർ പ്രിൻസ്. പ്രിയമുള്ളവരെ, നമ്മുടെ അസോസിയേഷന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഫാദർ പയസ് കണ്ടതിനെ ക്ഷണിച്ചോളൂ. Gracias.